സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ 3 സ്വപ്നങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഹജ്ജിന് പോവുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഖുർആൻ മുഴുവൻ ഓതുക, അല്ലെങ്കിൽ മൂന്നാമത്തത് കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുക, അല്ലേ? പക്ഷേ ആ 3 സ്വപ്നങ്ങളെ കൊന്നത് ആരാന്നറിയോ? നിങ്ങളുടെ കട്ടിലല്ല, നിങ്ങളുടെ ഫോണല്ല, നിങ്ങളുടെ മടിയാണ്. ആ മടിയെ കൊല്ലാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ഡിതന്മാരിലൂടെ നമുക്ക് തന്ന ആ താക്കോൽ ഞാനിന്ന് നിങ്ങൾക്ക് തരാം. അത് എപ്പോൾ ചൊല്ലണം, എത്ര വട്ടം ചൊല്ലണം എന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്. ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്കോ മടി എന്നത് ജീവിതത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടും. ഒരിക്കൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ്, യാ റസൂലല്ലാ, എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, പണി തുടങ്ങാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുച്ഛിച്ചില്ല, ചിരിച്ചില്ല. പകരം ആ സ്വഹാബിയുടെ കൈ പിടിച്ചിട്ട് ഒരു ദുആ പഠിപ്പിച്ചു കൊടുത്തു. നമ്മളെല്ലാവരും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ, അല്ലേ? ഇതാണ് ശൈത്താൻ്റെ ഏറ്റവും വലിയ വിജയം. നമ്മളെ ജോലിയിൽ നിന്നും അകറ്റി നിർത്തുക, ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ഇബാദത്തുകളിൽ നിന്നും നമ്മളെ അകറ്റുക. അതാണ് ശൈത്താൻ്റെ ട്രിക്ക്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസുകളിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കയറുമ്പോൾ കൂടെ ഈ ദുആ ചൊല്ലുമായിരുന്നു. എന്തിനാണ്? നമ്മളെ ഉമ്മത്തിന് മടി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മാഷാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. ശ്രദ്ധിച്ചോ? അൽ കസൽ അഥവാ മടി. അൽ കസൽ അഥവാ മടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവേ, അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും മടി തോന്നിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ദുആയിലേക്ക് കടക്കാം. അപ്പോൾ ദുആ ഏതൊക്കെ സമയത്താണ് ചൊല്ലേണ്ടതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാൻ ഈ ദുആ ചൊല്ലുമ്പോൾ ഒരു വട്ടം എൻ്റെ കൂടെ തന്നെ ചൊല്ലിക്കോളി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ജുബ്നി വൽ ബുഖൽ വലലായി ദൈനി വഅലബത്തിർ റിജാൽ. അല്ലാഹുവേ, ടെൻഷൻ, സങ്കടം, അശക്തി, മടി, പേടി, ലോഭം, കടം, ആളുകളുടെ അടിച്ചമർത്തൽ, ഇതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ശൈത്താൻ നമ്മോട് പറയണം, ഇപ്പം ചൊല്ലണ്ട, പിന്നെ ചൊല്ലിയാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ അവനോട് പറയണം, ഇല്ല, ഇപ്പം തന്നെ ചൊല്ലൂന്ന്. 40 ദിവസത്തെ ചലഞ്ച് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ദുആ എപ്പോഴാണ് ചൊല്ലേണ്ടത്? രാവിലെ കണ്ണ് തുറന്ന ഉടനെ 3 വട്ടം, ജോലിക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് 3 വട്ടം, പിന്നെ മടി വരുന്നു എന്ന് തോന്നിയാൽ അപ്പം തന്നെ 3 വട്ടം. ഓക്കെ? അപ്പോൾ ഇന്ന് മുതൽ 40 ദിവസം വരെയുള്ള ചലഞ്ച്. ഒരു ദിവസം പോലും നിങ്ങൾ ഈ ദുആ ചൊല്ലാതെ നിൽക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മടികളെ മാറ്റി അല്ലാഹു തആല നമ്മുടെ സ്വപ്നങ്ങളെ ജീവിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.